നടുവേ ഓടണമെന്ന് പറയാറില്ലേ? അതിപ്പോ വസ്ത്രത്തിലായാലും ജീവിത രീതിയിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. എന്നാൽ വെറും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയ അടക്കം പടർന്നു പന്തലിച്ചിരിക്കുകയാണ് ജിബ്ലി ട്രെൻഡ്. എന്തിനേറെ പറയുന്നു, ലോകത്ത് നടക്കുന്ന ഏതൊരു കാര്യവും ഇപ്പോൾ ജിബ്ലി എഫക്റ്റിലൂടെയും കൂടി ശ്രദ്ധ നേടുകയാണ്. ലോക രാഷ്ട്രീയത്തിലെ സുപ്രധാന സംഭവങ്ങൾ, ക്രിക്കറ്റ് മാച്ചുകളിലെ നിമിഷങ്ങൾ, പുതിയതും പഴയതുമായ വൈറൽ മീമുകൾ, സിനിമകളിൽ നിന്നുള്ള ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ എല്ലാം ജിബ്ലി ചിത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചാറ്റ് GPT ഉപയോഗിച്ചാണ് എല്ലാവരും ജിബ്ലി ചിത്രങ്ങൾ ഒരുക്കുന്നത്. സ്റ്റുഡിയോ ജിബ്ലി ശൈലിയിലുള്ള ചിത്രങ്ങളെയാണ് ജിബ്ലി ഫോട്ടോസ് എന്ന് പറയുന്നത്. ചാറ്റ് GPTയുടെ സഹായത്തോടെയാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നിർമ്മിച്ചെടുക്കുന്നത്. ജാപ്പനീസ് ആനിമേഷൻ സ്റ്റുഡിയോ ആയ ജിബ്ലി സ്റ്റുഡിയോയുടെ സിനിമകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ള ചിത്രങ്ങളാണിവ. അവരുടെ തനത് ശൈലിയിലുള്ള ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയി മാറുന്നത്. എന്നാൽ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു പേരുകൂടിയുണ്ട്: ഹയാവോ മിയാസാക്കി, ജിബ്ലിയുടെ സ്രഷ്ടാവ്. 1985 ഇതിഹാസ സംവിധായകരായ ഹയാവോ മിയാസാക്കി, ഇസാവോ തകഹാത്ത, തോഷിയോ സുസുകി എന്നിവർ ചേർന്ന് ആരംഭിച്ച ആനിമേഷൻ സ്റ്റുഡിയോ ആണ് ജിബ്ലി. ചൂടുമരുക്കാറ്റ് എന്നാണ് ജിബ്ലി എന്ന പേരിന്റെ അർത്ഥം. ഈ പേര് തിരഞ്ഞെടുത്തത് സഹസ്ഥാപകനായ മിയാസാക്കി തന്നെയാണ്. ജാപ്പനീസ് ആനിമേഷൻ മേഖലയിൽ ജിബ്ലി മാറ്റത്തിന് തുടക്കമിടുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം. അധികം വൈകാതെ തന്നെ ജിബ്ലി ജാപ്പനീസ് ആനിമേഷൻ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. അനിമെ എന്നറിയപ്പെടുന്ന ജാപ്പനീസ് ആനിമേഷൻ വ്യവസായത്തെ മാത്രമല്ല, ജാപ്പനീസ് സിനിമകളെയും ലോകത്തിനു മുന്നിൽ കൊണ്ടുവരാനും മുന്നിൽ നിർത്താനും ജിബ്ലിക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം. എന്നാൽ ജിബ്ലി അനിമയെ ഭാഷയ്ക്കും സംസ്കാരത്തിനും അതീതമായ കലാസൃഷ്ടിയാക്കി മാറ്റുകയാണ് ചെയ്തത്. അതേസമയം ജിബ്ലി ശൈലിയിൽ പുനർനിർമ്മിച്ച ചിത്രങ്ങളുടെ പകർപ്പവകാശത്തെക്കുറിച്ച് കലാപരമായ ചോദ്യങ്ങളും ആശങ്കകളും ഉയർന്നു വന്നിട്ടുണ്ട്. ജിബ്ലിയുടേതുപോലുള്ള ചിത്രങ്ങൾ AI സൃഷ്ടിക്കുന്ന പുതിയ പ്രവണതയിൽ ജിബ്ലി സ്റ്റുഡിയോസിന്റെ സ്ഥാപകനും അനിമേറ്ററുമായ മിയാസാക്കി അസ്വസ്ഥനാണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയും കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു. ഒരു AI ചിത്രം കാണിച്ചപ്പോൾ അത് തനിക്ക് തികച്ചും വെറുപ്പുളവാക്കുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ ആണ് പ്രചരിക്കുന്നത്. 2016 ഒരു വീഡിയോ ആണിത്. ഒരു വിഭാഗം ട്രെൻഡ് ഏറ്റെടുത്തു കഴിഞ്ഞുവെങ്കിലും മറ്റൊരു വിഭാഗം ജിബ്ലിയെ എതിർക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യരാശിക്ക് AI ഭീഷണിയാകുമോ എന്നതായിരുന്നു അന്നത്തെ ചർച്ച. അതുപോലെ തന്നെ ജിബ്ലിയുടെ പേരിലും പലതരത്തിലുള്ള ചർച്ചകളാണ് ഉയർന്നു വരുന്നത്. കവിതകളും കഥകളും മുതൽ എഴുത്തുകൾ വരെ AIയുടെ സഹായത്തോടെ ഇന്ന് ആളുകൾ ഒരുക്കുമ്പോൾ ജിബ്ലി പോലെയുള്ള ചിത്രങ്ങൾ ഒരു വിരൽത്തുമ്പിൽ ലഭിക്കുന്നു എന്നതാണ് പലരുടെയും ആശങ്ക. ചാറ്റ് GPT 4.0യുടെ ഇമേജ് ജനറേറ്റർ ഒരുക്കിയ ജിബ്ലി വളരെ വേഗത്തിൽ ഇന്റർനെറ്റ് കീഴടക്കിയെങ്കിലും ആവശ്യക്കാർ ഏറിയതോടെ OpenAI ജീവനക്കാർക്ക് ഒരു തലവേദനയായി മാറിയിരിക്കുകയെന്നാണ് OpenAI CEO സാം ആൾട്ട്മാൻ അറിയിച്ചത്. ഇതോടെ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതിൽ OpenAI നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്.